പ്രൈസ് ദി ലോർഡ്. ദൈവനാമമഹത്വം ഉണ്ടായിരിക്കട്ടെ. പ്രഭാതയാമത്തിൽ കർത്താവിൻ്റെ പാദപീഠത്തിലായിരിക്കുമ്പോൾ ഇന്നത്തെ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന തിരുവചനം എബ്രായർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 12-ാം വാക്യം. ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യവുമുള്ളതായി ഇരുവായ്ത്തലുള്ള ഏതു വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേർവിടിവിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതുമാകുന്നു. പ്രിയ ദൈവമക്കളെ, ഇവിടെ നോക്കുക, ദൈവത്തിൻ്റെ വചനം എങ്ങനെയൊക്കെ ഉള്ളതാണെന്ന് വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. നാം ഇന്നിനി ചിന്തിക്കാൻ പോകുന്നത് സങ്കീർത്തന ഭാഗങ്ങളിൽ ദൈവത്തിൻ്റെ വചനം എങ്ങനെയൊക്കെ ആയിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് 12-ാം സങ്കീർത്തനം 6-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, യഹോവയുടെ വചനങ്ങൾ നിർമ്മല വചനങ്ങളാകുന്നു, ഉലയിൽ ഉരുക്കി 7 പ്രാവശ്യം ശുദ്ധി ചെയ്ത വെള്ളി പോലെ തന്നെ. നോക്കൂ, അത് നിർമ്മലമാകുന്നു. 119-ാം സങ്കീർത്തനം 140-ൽ പറഞ്ഞിരിക്കുന്നു, നിന്റെ വചനം അതിവിശുദ്ധമാകുന്നു, അതുകൊണ്ട് അടിയനെ അത് പ്രിയമാകുന്നു. നോക്കൂ, അടുത്തതായിട്ട് ദൈവത്തിൻ്റെ വചനം ശുദ്ധിയുള്ളതാകുന്നു. ഹല്ലേലൂയ. ആദ്യമേ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ 12-ാം സങ്കീർത്തനം 6-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, അത് ഉലയിൽ ഉരുക്കി 7 പ്രാവശ്യം ശുദ്ധി ചെയ്ത വെള്ളി പോലെ തന്നെ. 18-ാം സങ്കീർത്തനം 30-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ദൈവത്തിൻ്റെ വഴി തികവുള്ളത്, യഹോവയുടെ വചനം ഊതിക്കഴിച്ചത്. ഹല്ലേലൂയ. അടുത്തതായിട്ട് ദൈവത്തിൻ്റെ വചനം നേരുള്ളതാകുന്നു എന്ന് വ്യക്തമാക്കിയിരിക്കുന്നു. 33-ാം സങ്കീർത്തനം 4-ാം വാക്യത്തിൽ പറയുന്നു, യഹോവയുടെ വചനം നേരുള്ളത്, അവൻ്റെ സകല പ്രവൃത്തിയും വിശ്വസ്തതയുള്ളത്. ഹല്ലേലൂയ. നോക്കൂ, യഹോവയുടെ വചനം നേരുള്ളതാകിയാൽ അവൻ്റെ സകല പ്രവൃത്തിയും വിശ്വസ്തതയുള്ളതാണ്. ഹല്ലേലൂയ. അടുത്തതായിട്ട് നോക്കൂ, ഉളവാക്കുന്നതാണ് ദൈവത്തിൻ്റെ വചനം. 33-ാം സങ്കീർത്തനം 6-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, യഹോവയുടെ വചനത്താൽ ആകാശവും അവൻ്റെ വായിലെ ശ്വാസത്താൽ അതിലെ സകല സൈന്യവും ഉളവായി. ഹല്ലേലൂയ. നോക്കൂ, ഉളവാക്കുന്ന വചനമാണ്. യഹോവയുടെ വചനത്താൽ ആകാശവും അവൻ്റെ വായിലെ ശ്വാസത്താൽ അതിലെ സകല സൈന്യവും ഉളവായി. ഹല്ലേലൂയ. അടുത്തതായിട്ട് നോക്കൂ, ദൈവത്തിൻ്റെ വചനം സൗഖ്യമാക്കുന്ന വചനമാണ്. 107-ാം സങ്കീർത്തനം 20-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, അവൻ തൻ്റെ വചനത്തെ അയച്ചവരെ സൗഖ്യമാക്കി, അവരുടെ കുഴികളിൽ നിന്ന് അവരെ വിടുവിച്ചു. ഹല്ലേലൂയ. നോക്കൂ, സൗഖ്യമാക്കുന്ന ദൈവത്തിൻ്റെ വചനം ഇന്ന് നമ്മളിൽ ഓരോരുത്തരും ഉണ്ട്. ഹല്ലേലൂയ. നമ്മുടെ ശാരീരിക ക്ഷീണങ്ങളും പ്രയാസങ്ങളെല്ലാം ദൈവത്തിൻ്റെ വചനം നമ്മളെ ഹല്ലേലൂയ സൗഖ്യമാക്കി തരുന്നുണ്ട്. അടുത്തതായിട്ട് നോക്കൂ, ജീവിപ്പിക്കുന്നതാണ് ദൈവത്തിൻ്റെ വചനം. 119-ാം സങ്കീർത്തനം 25-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, എൻ്റെ പ്രാണൻ പൊടിയോടെ പറ്റിയിരിക്കുന്നു, തിരുവചന പ്രകാരം എന്നെ ജീവിപ്പിക്കണമേ. ഹല്ലേലൂയ. അടുത്തതായിട്ട് 119-ാം സങ്കീർത്തനം 50-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, നിന്റെ വചനം എന്നെ ജീവിപ്പിച്ചിരിക്കുന്നത്, എൻ്റെ കഷ്ടതയിൽ എനിക്ക് ആശ്വാസമാകുന്നു. ഹല്ലേലൂയ. പലപ്പോഴും ഇത് ഓരോരുത്തരുടെ ജീവിതത്തിൽ ഹല്ലേലൂയ അനുഭവിച്ചറിയുന്നതാണ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനം, അതായത് നമ്മുടെ ജീവിതത്തിൽ പലവിധമായ ബുദ്ധിമുട്ടുള്ള പ്രയാസങ്ങളെ നേരിടുമ്പോൾ ചില ദൈവത്തിൻ്റെ വചനങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ കടന്നു വരികയും അത് നമുക്ക് ജീവൻ നൽകുന്നതായി തീരുകയും ചെയ്യുന്നുണ്ട്. അടുത്തതായിട്ട് നോക്കൂ, ഇത് ഹല്ലേലൂയ സ്ഥിരമായിരിക്കുന്നതാണ്. ഹല്ലേലൂയ. 119-ാം സങ്കീർത്തനം 89-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, യഹോവേ നിന്റെ വചനം സ്വർഗത്തിൽ എന്നേക്ക് സ്ഥിരമായിരിക്കുന്നു. ഹല്ലേലൂയ. നോക്കൂ, സ്ഥിരമായിരിക്കുന്നത് ഒരേ ഒരു കാര്യമേ ഉള്ളൂ, യഹോവയുടെ വചനമാണ്. ഹല്ലേലൂയ. അടുത്തതായിട്ട് ഇത് 119-ാം സങ്കീർത്തനം 103-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ഇത് മാധുര്യമേറിയതാണെന്ന്. ഹല്ലേലൂയ. തിരുവചനം എൻ്റെ അണ്ണാക്കിന് എത്ര മധുരം, അവ എൻ്റെ വായിക്ക് തേനിലും നല്ലത്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനം, അതായത് നമ്മൾ ഭാരത്തോടെ പ്രയാസത്തോടെ ഹല്ലേലൂയ കണ്ണുനീരിൻ്റെ അനുഭവത്തിലൂടെ ഒക്കെ കടന്നു പോകുമ്പോൾ, കയ്പിൻ്റെ അവസ്ഥയൊക്കെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ദൈവത്തിൻ്റെ വചനം കേട്ട് ഹല്ലേലൂയ അത് വായിച്ച് മനസ്സിലാക്കി നമ്മുടെ വായിക്കത് ഹല്ലേലൂയ നല്ലതായി തീരുന്നത്, മധുരമായി തീരുന്നു. അതുകൊണ്ടാണ് പറഞ്ഞത്, തിരുവചനം എൻ്റെ എണ്ണാക്കിന് എത്ര മധുരം, അവ എൻ്റെ വായിക്ക് തേനിലും നല്ലത്. ഹല്ലേലൂയ. അടുത്തതായിട്ട് നോക്കൂ,
119 സങ്കീർത്തനം 105 വാക്യത്തിൽ പറയുന്നുണ്ട്, നിന്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവുമാകുന്നു. ഹല്ലേലൂയ. നമുക്ക് ദീപമായിട്ട്, നമുക്ക് പാതയ്ക്ക് പ്രകാശമായിട്ട് ദൈവത്തിന്റെ വചനമാണ് എപ്പോഴും ഉള്ളത്. ഹല്ലേലൂയ. നമ്മൾ ഇരുട്ടിന്റെ അനുഭവങ്ങള് നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ദൈവത്തിന്റെ സത്യമായി വെളിച്ചം പകർന്ന കർത്താവിന്റെ വചനം നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് ഹല്ലേലൂയ പുറത്തേക്ക് വരുന്നതായിട്ട് നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. അത് നമ്മൾ ഉരുവിടുവാൻ ഇടയാകുന്നുണ്ട്. ഹല്ലേലൂയ. അടുത്തതായിട്ട് നോക്കിയത് 119 സങ്കീർത്തനം 130 വാക്യത്തിൽ പറയുന്നുണ്ട്, ഇത് പ്രകാശപ്രദമാണെന്ന്. നിന്റെ വചനങ്ങളുടെ വികാസനം പ്രകാശപ്രദമാകുന്നു, അത് അല്പബുദ്ധികളെ ബുദ്ധിമാന്മാരാക്കുന്നു. ഹല്ലേലൂയ. പലപ്പോഴും നാം ഭാരത്തോടെ ഇരിക്കുമ്പോൾ, അതായത് ബുദ്ധികെട്ട അവസ്ഥയിൽ ഇരിക്കുമ്പോൾ ഹല്ലേലൂയ ദൈവത്തിന്റെ വചനം ബുദ്ധിയിലേക്ക് നമ്മെ കൊണ്ടുപോകും. ഹല്ലേലൂയ. അടുത്തത് ഇത് സത്യവചനമാണ്. ഹല്ലേലൂയ. വചനത്തെ വിട്ടൊന്നും ചെയ്യുവാൻ നമുക്ക് കഴിയത്തില്ല. ഹല്ലേലൂയ. ഇത് സത്യം പകർന്നു തരുന്ന വചനമാണ്. 119 സങ്കീർത്തനം 160 വാക്യത്തിൽ പറയുന്നുണ്ട്, നിന്റെ വചനത്തിന്റെ സാരം സത്യം തന്നെ, നിന്റെ നീതിയുള്ള വിധികളൊക്കെയും എന്നേക്കുമുള്ളവ. ഹല്ലേലൂയ. സത്യമായ വചനം, സത്യമായി ക്രിസ്തു ഹല്ലേലൂയ നമുക്ക് സത്യമായ പാതകൾ ഓരോന്നും കാണിച്ചു തരുമ്പോൾ ദൈവത്തിന്റെ വചനം, സത്യമായ വചനം നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിന്റെ ഉള്ളിൽ അത് എപ്പോഴും ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ. അടുത്തതായിട്ട് നോക്കിയത് കാലാവസ്ഥയെ നിയന്ത്രിക്കുന്നതാണ്. ഹല്ലേലൂയ. സകലത്തിമീതെ പ്രവർത്തിക്കുന്ന ഹല്ലേലൂയ ദൈവത്തിന്റെ വചനം. 147 സങ്കീർത്തനം 18 വാക്യത്തിൽ പറയുന്നുണ്ട്, അവൻ തന്റെ വചനം അയച്ച് അവയെ ഉരുക്കുന്നു, കാറ്റടിപ്പിച്ച് വെള്ളത്തെ ഒഴുക്കുന്നു. ഹല്ലേലൂയ. നോക്കൂ, കാറ്റടിപ്പിച്ചാണ് കാലാവസ്ഥയെ നിയന്ത്രിക്കുന്ന ദൈവത്തിന്റെ വചനം. ഹല്ലേലൂയ. ഒരിക്കലും ആരും ചിന്തിക്കുവാൻ കഴിയാത്ത വിധത്തില് ദൈവത്തിന്റെ വചനം പലയിടങ്ങളിൽ, പലയിടത്ത് ഹല്ലേലൂയ പല സാഹചര്യത്തിൽ ഹല്ലേലൂയ പല രൂപത്തിലാണ് ഹല്ലേലൂയ അത് നമ്മുടെ അടുക്കലേക്ക് കടന്നു വരുന്നത്. 148 സങ്കീർത്തനം 8 പറയുന്നുണ്ട്, അവന്റെ വചനം അനുഷ്ഠിക്കുന്ന കൊടുങ്കാറ്റ്. ഹല്ലേലൂയ. നോക്ക്, ഏത് വിധേനയും ദൈവത്തിന്റെ വചനം നമ്മെ ജീവിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് എബ്രായർക്ക് ലേഖനത്തിൽ നാം ആദ്യമേ വായിച്ചതുപോലെ ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യവും ഉള്ളതായി ഇരുവായ്ത്തിലുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സദ്യമജ്ജകളെയും വേർവിടിവിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതുമാകുന്നു. ഹല്ലേലൂയ. ഇവയൊക്കെ ചെയ്യുവാൻ കഴിയുന്നത് ഒരേ ഒരു കാര്യത്തിനേ ഉള്ളൂ, ദൈവത്തിന്റെ വചനത്തിന് മാത്രമേ സാധ്യമാകുകയുള്ളൂ. പ്രിയ മക്കളെ, ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ വചനം പഠിച്ച് തിട്ടതയുള്ളവരായി നമുക്കായി തീരാം. ദൈവകരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. സകലത്തിമീതെ പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ വചനം. ഹല്ലേലൂയ. സകലത്തിമീതെ ഹല്ലേലൂയ. ഇതിൽ വേറിട്ട് ഒന്നുമില്ല പ്രിയ മക്കളെ. ദൈവത്തിന്റെ വചനത്തിൽ എല്ലാം അടങ്ങിയിരിക്കുന്നു. ഹല്ലേലൂയ. ഏത് സമയത്തും ഉരുവിടുവാൻ പറ്റുന്നത് കർത്താവിന്റെ വചനം മാത്രമാണ്. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ വചനത്തിൽ നമുക്ക് ആഴമായി ഇറങ്ങി നമുക്ക് മുന്നേറാൻ ദൈവം എല്ലാവരെയും ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കുമാറാട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങയുടെ വചനം ഹല്ലേലൂയ ഇരുവായ്ത്തിലുള്ള ഏത് വാളിനേക്കാളും മൂർച്ചേറിയ സത്യവചനം ഹല്ലേലൂയ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും കർത്താവെ അനുഗ്രഹമായി തീരുവാൻ, അത് പഠിച്ചു മനസ്സിലാക്കി മുന്നേറുവാൻ സഹായിക്കണമേ. വചനം കേൾക്കുന്ന ഓരോ മക്കൾക്കും അനുഗ്രഹമാക്കണം. സത്യവചനം പഠിക്കുവാനുള്ള കൃപ ദൈവം കൊടുക്കണം. കർത്താവെ, കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നപ്പാ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കണമേ. നിത്യതയ്ക്ക് അവകാശികളായി തീരുവാൻ, സത്യവചനം പഠിച്ചതിൽ തിട്ടമുള്ളവരായി മുന്നേറുവാൻ ദൈവം സഹായിക്കണമേ. കരങ്ങളെത്തുന്ന അപ്പന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്ന ആളുകൾ ഹല്ലേലൂയ ദൈവവചനത്തിൽ അനിഷ്ടപ്പെട്ട് ജീവിപ്പാൻ എല്ലാവരെയും സഹായിക്കണം. സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു ഓൾ. ബിനുവജു, മുംബൈ. ഹല്ലേലൂയ. സ്തോത്രം.